സെപ്റ്റംബർ 22 ഞായറാഴ്ച. മാർക്കോസ് 9:30 മുതൽ 37 വരെ വാക്യങ്ങൾ. ഒരിക്കൽ നിറങ്ങൾക്കിടയിൽ വലിയ കലഹമുണ്ടായി. നിറങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ താനാണെന്ന് ഓരോരുത്തരും വാദിച്ചു. ഗ്രീൻ കളറാണ് ആ വിവാദം ആദ്യം വിട്ടത്. ഗ്രീൻ പറഞ്ഞു, ഞാൻ മനുഷ്യരാശിയുടെ പ്രത്യാശയെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ നിറങ്ങളിൽ ഒന്നാമനാണ് ഞാൻ. ഭൂമിയിൽ വളരുന്ന വസ്തുക്കളുടെ നിറം നോക്കൂ. പുല്ലും മരങ്ങളും ഇലകളും അവയെല്ലാം പച്ചയാണ്. ഇത് കേട്ടപ്പോൾ നീലനിറം പറഞ്ഞു, ഭൂമിയെ മാത്രം നോക്കിയാൽ പോരാ, ആകാശവും കടലും മറ്റു പലതും പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ലേ. ജലം ജീവൻ്റെ അടിസ്ഥാനമാണ്. നീലക്കടലിൽ നിന്നുള്ള വെള്ളമാണ് നീരാവിയായ ആകാശത്തേക്ക് ഉയരുന്നത്. അത് മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. നീലാകാശം വീക്ഷിക്കുന്ന മനുഷ്യനിൽ പതിക്കുന്ന സമാധാനം ഒന്ന് നോക്കുക. ഞാനില്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടാകുമായിരുന്നു. നീലയുടെ പൊങ്ങച്ചത് കേട്ട് മഞ്ഞ നിറത്തിന് ചിരിയടക്കാനായില്ല. അത് പറഞ്ഞു, സന്തോഷവും ചിരിയും തരുന്നത് ഞാനാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മഞ്ഞയുടെ അവതാരങ്ങളാണ്. സൂര്യകാന്തിയും മറ്റ് മഞ്ഞപ്പൂക്കളും ഇല്ലാത്ത ലോകം എത്ര നിസ്സാരമായിരിക്കും. അപ്പോൾ ഓറഞ്ച് നിറം പ്രതികരിച്ചു, ശക്തിയുടെ ആരോഗ്യത്തിൻ്റെ പ്രതീകമാണ് ഞാൻ. വിറ്റാമിനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം എന്നിലാണ്. നാരങ്ങയുടെയും മാങ്ങയുടെയും തണ്ണിമത്തൻ്റെയും നിറമല്ലേ എൻ്റേത്. സൂര്യോദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും നിറം എനിക്കല്ലാതെ മറ്റാർക്കാണ് അവകാശപ്പെടാൻ കഴിയുക? അതുവരെ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ചുവപ്പ് നിറം ഗാംഭീര്യത്തോടെ പറഞ്ഞു, സത്യത്തിൽ നിങ്ങളെല്ലാം ജീവിക്കുന്നത് ഞാൻ മൂലമാണ്. ഞാൻ രക്തത്തിൻ്റെ നിറമാണ്. ഞാനില്ലാതെ ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഹൃദയത്തിൽ തുടിക്കുന്ന രക്തം പ്രണയത്തിൻ്റെ പ്രതീകമല്ലേ. ഒരു ചുവന്ന റോസപ്പൂവ് മനുഷ്യ ഹൃദയത്തിൽ ഉണർത്തുന്ന നിരവധി വികാരങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. അടുത്തത് പർപ്പിൾ നിറത്തിൻ്റെ ഊഴമായിരുന്നു. ഒരു കാര്യനിർവാഹകനെന്ന മട്ടിൽ അഭിമാനബോധത്തോടെ എഴുന്നേറ്റ് നിന്ന ആ നിറം പറഞ്ഞു, ഞാൻ അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും നിറമാണ്. രാജാക്കന്മാരും ബിഷപ്പ്മാരും ഭരണാധികാരികളും എൻ്റെ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ആരും എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടില്ല. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവസാനമായി ഇൻഡിഗോ പറഞ്ഞു, ഞാൻ സ്വർണ്ണ നിശബ്ദതയുടെ നിറമാണ്. പൊതുസ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ സാന്നിധ്യം പ്രകടമാക്കുന്നില്ലെങ്കിലും എൻ്റെ അഭാവം മറ്റ് നിറങ്ങളുടെ ഗ്ലാമറിനെ ഇല്ലാതാക്കുന്നു. ഞാൻ കടലിൻ്റെ ആഴത്തിലുണ്ട്. സമുദ്രലിതമായ ജീവിതം ഉറപ്പാക്കാൻ എൻ്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്തതാണ്. അങ്ങനെ ഓരോ നിറവും അതിൻ്റെ സാധ്യതകളും പ്രാധാന്യം ഉയർത്തിക്കാട്ടി വഴക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. മറ്റുള്ളവരുടെ മേൽ ഓരോരുത്തരുടെയും മേൽക്കോയ്മ സ്ഥാപിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഭയപ്പെടുത്തുന്നതും ഭയങ്കരമായ ഒരു മിന്നലും ഇടിമുഴക്കവും ഉണ്ടായി. ചാറ്റൽ മഴ അതിൻ്റെ സർവ്വശക്തിയോടെയും പെയ്തു. ഭയന്ന് വിറച്ച് കലഹിക്കുന്ന നിറങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് ഒരുമിച്ച് നിന്നു. അപ്പോൾ മഴ അവരെ അഭിസംബോധന ചെയ്തു, വിഡ്ഢിത്തവും ബാലിശവുമായ നിറങ്ങളെ, പരസ്പരം കഴിവുകളെ വിലമതിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ മേൽ ശ്രേഷ്ഠത സ്ഥാപിക്കാൻ നിങ്ങൾ തമ്മിൽ തർക്കിച്ച് സമയം കളയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളും നിറവും തന്നത് സൃഷ്ടാവായ ദൈവമാണ്. ലോക നന്മയ്ക്ക് നിങ്ങളെല്ലാവരും ആവശ്യമാണ്. ഇനി മുതൽ ഞാൻ ഭൂമിയെ ആർദ്രമായി തൊടുമ്പോഴെല്ലാം നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടണം. നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേര് ഇനി മഴവില്ല് എന്നായിരിക്കും.
ഇന്നത്തെ സുവിശേഷം വാസ്തവത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടുകയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ശക്തനായ ഭരണാധികാരിയോ വേഗതയേറിയ കായിക താരമോ സുന്ദരനായ ഫിലിം സ്റ്റാറോ അല്ല. അത് മനുഷ്യ കരുതുന്ന മാനദണ്ഡങ്ങളെ അല്ല, നേരെ വിപരീതമാണ്. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവരെയും ദാസനാവുക. യേശു അത് വിശദീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. ഏറ്റവും വലിയവനാവുക എന്നതിനർത്ഥം സ്നേഹം നിറഞ്ഞവനായിരിക്കുക, ഒരു കുട്ടിയെപ്പോലെ വിനയവും അനുസരണയും ഉള്ളവനായിരിക്കുക എന്നതാണ്. മാത്രമല്ല, സ്നേഹമുള്ളൊരു വ്യക്തിയായിരിക്കുക എന്നതിനർത്ഥം മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ദരിദ്രരെയും അടിച്ചമർത്തപ്പെട്ടവരെയും സമൂഹത്തിലെ ദുർബലരായ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം അപ്രധാനമായ നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് അവർക്ക് സേവനം ചെയ്യാനും കൂടി തീരുമാനിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.